ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്. കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നേ ഇല്ല. വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒരുപാടുണ്ട്, പക്ഷേ ഇടാനും പറ്റുന്നില്ല, വോയിസ് കൊടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഒരു ദുആയാണ് കേട്ടോ, ചെറിയൊരു ദുആയാണ്. അതുപോലെ നമ്മൾ ഡെയിലി പതിവാക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ കഴിയുന്നത്ര തവണ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഒരുപാട് കുറഞ്ഞു കിട്ടും അല്ലേ. ഇപ്പോൾ ഒരുപാട് രോഗമുണ്ടല്ലേ, എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഒരുപാടുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, യൂറിക് ആസിഡ്, പാരമ്പര്യമായിട്ടും ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. എല്ലാ രോഗങ്ങളും അല്ലാഹു നമുക്കില്ല. ഈ ഒരു ദുആ നമുക്ക് പതിവാക്കണം, എന്നിട്ട് നമുക്ക് രോഗങ്ങൾ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും, ഒരുപാട് രക്ഷ കിട്ടും. പിന്നെ ഈ ഒരു ദുആ പതിവാക്കുക എന്നവർക്കില്ല, രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കൂല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളില്ല എല്ലാ നിസ്കാരത്തിന് ശേഷം കഴിയുന്നത്ര തവണ, 3 തവണയോ 7 തവണയോ 11 21 എത്ര തവണയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത്ര തവണ ചെല്ലുക. അതിനൊന്നും സാധിക്കാത്തവർ എന്ത് ചെയ്യുക അറിയാം, രാവിലെയും വൈകുന്നേരം മഗ്‌രിബിനുണ്ടായാലും അതുപോലെ സുബഹിക്ക് ശേഷം നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത്, പിന്നെ ഇത് കഴിയുന്ന തവണ ഞാൻ 11 തവണ ഈ ഒരു പ്രാർത്ഥന ഞാൻ പതിവാക്കലിട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷം ചെല്ലാൻ പറ്റി അങ്ങനെ ചെല്ലും, അല്ലെങ്കിൽ ഞാൻ സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം ഒരു 11 തവണ ചെല്ലും. അല്ലാത്ത നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഞാൻ എന്ത് ചെയ്യാറിയോ, ഒരു 7 തവണയോ അല്ലെങ്കിൽ 3 തവണ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്നത്ര പതിവാക്കുക കേട്ടോ. മനസ്സിൽ ആദ്യം ഒരു ഉദ്ദേശം വെക്കണം, പഠിച്ചാൽ എനിക്ക് മരിക്കുന്ന കാലം വരെ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ എന്നുള്ള ഉദ്ദേശം വെച്ച് രോഗം കൊണ്ട് പരീക്ഷണം വരാതിരിക്കാൻ വേണ്ട ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെല്ലുകയാണെന്നുണ്ടല്ലോ, അത്തരം ഒരു പരീക്ഷണം നമുക്ക് റബ്ബ് തരില്ല. ഇതാണ് അത് കേട്ടോ. അസ്സലുക അല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം യശ്ഫിയക്ക് അദ്യാബിൽ ബഅസ റബ്ബന്നാസ് യശ്ഫി അൻത ഷാഫി. ഈ ഒരു പ്രാർത്ഥനയില്ലേ നമ്മൾ പിന്നെ പതിവാക്കാൻ ശ്രമിക്കട്ടെ. മക്കൾക്ക് വേണ്ടിയാണെങ്കിലും ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും നമ്മളെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണെങ്കിലും മക്കൾക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടിയാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ്, അയൽവാസികൾക്കാണെങ്കിലും നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു ദുആ പ്രാർത്ഥിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കാര്യം കൊണ്ട് നമുക്ക് വേണ്ടി ആദ്യം ദുആ ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്ന അത്ര തവണ പതിവാക്കുക. അത് ഒരുപാട് രോഗമില്ല, മാനസികമായും ശാരീരികമായും, പിന്നെ അതേപോലെ എന്താ പറയുക, ഒരുപാട് രോഗങ്ങൾ, പിന്നെ മാറാ രോഗം കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ മാനസികമായും ശാരീരികമായുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകട്ടെ. അതേപോലെ ക്യാൻസറിലെ പഠിച്ചോനെ റബ്ബ് കാക്കട്ടെ. ക്യാൻസർ, അതുപോലെ വലിയ വലിയ രോഗങ്ങൾ, പേര് പോലും പറയാൻ കഴിയാത്ത രോഗങ്ങളുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മാനസികമായും ശാരീരികമായുള്ള സാമ്പത്തികമായിട്ട് എല്ലാവിധ ബുദ്ധിമുട്ടും അല്ലാഹു എല്ലാവർക്കും രക്ഷയും സമാധാനം നൽകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തട്ടോ. ഒരു ദിവസം നമ്മൾ ഒരു നേരമെങ്കിലും ഇല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം കേട്ടോ. അതിൻ്റെ അറബി ഉണ്ടല്ലോ, അത് ഓതി അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മുഹ്മിനുകൾക്കും മുഹ്മിനാത്തുകൾക്കും വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് നമ്മൾ നിസ്കാരം സലാം വെട്ടി അദ്കാറൊക്കെ ചെല്ലിയതിന് ശേഷം നമ്മൾ ആദ്യം ദുആ ചെയ്യേണ്ടതെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എല്ലാ കാര്യവും ഹൈറാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.